അവിടെ ചടങ്ങുകൾ തീർന്നിട്ടില്ല. അതിനിപ്പോ ഞാൻ എന്ത് വേണം? നിങ്ങൾ വന്ന് അതൊന്ന് കാണണം. കഴിയുമെങ്കിൽ മനസ്സ് തുറന്നൊന്ന് അവരെ അനുഗ്രഹിക്കണം. അവർക്കൊരു നല്ല ജീവിതം ഉണ്ടാവാൻ വേണ്ടി പ്രാർത്ഥിക്കണം. ഇന്നലെ വരെ നിങ്ങൾ തമ്മിലുണ്ടായിരുന്ന ബന്ധം എന്തായിരുന്നാലും അതെല്ലാം നിങ്ങളുടെ മനസ്സിൽ നിന്ന് മായ്ച്ചു കളയണം. ഇന്നു മുതല് അവരൊരു പുതിയ ജീവിതം തുടങ്ങുക. അവർക്കിടയിൽ നിങ്ങൾ കാരണം ഒരു പ്രശ്നം ഉണ്ടാവരുത്. ഉണ്ടായാൽ അത് നെല്ലിശ്ശേരിയിലെ നിങ്ങളുടെ ജീവിതത്തിന്റെയും കൂടി അവസാനമായിരിക്കും. അത് മറക്കണ്ട. കൊള്ളാം. പക്ഷേ എന്റെ ഭീഷണിയൊന്നും എന്നോട് വേണ്ട. നെല്ലിശ്ശേരിയിലെ എന്റെ ജീവിതം എവിടെ വരെ ഉണ്ടാവുന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. അവനെ എന്നെക്കുറിച്ചുള്ള ചില കാര്യങ്ങളൊക്കെ നീ കണ്ടുപിടിച്ചോന്ന് എനിക്കറിയാം. എന്നാ നീ അറിയാത്ത പലതും ഉണ്ട്. ഒരിക്കൽ നീ അതൊക്കെ അറിയും. ഇപ്പൊ നീ ചെയ്തതോർത്ത് അന്ന് നീ പശ്ചാത്തപിക്കും. ഒരു കാര്യം ഞാൻ നിന്നോട് പറയാം. വേണമെങ്കിൽ ഇത് നിനക്കൊരു വെല്ലുവിളിയായിട്ട് എടുക്കാം. സ്നേഹയുടെയും ധനുഷിന്റെയും ജീവിതം ഒരു പരാജയം തന്നെ ആയിരിക്കും. അവനെ നേരെയാക്കാൻ ഒരിക്കലും അവക്ക് പറ്റില്ല. ഒരു പെണ്ണ് വിചാരിച്ച നേരെയാക്കാൻ പറ്റാത്ത ഒരാണും ഈ ലോകത്തില്ല. എത്ര ദുഷ്ടനായിരുന്നാലും സ്നേഹപൂർണമായ പെണ്ണിന്റെ വാക്കിന് മുന്നിൽ, കരുതലോടെയുള്ള ഒരു തലോടലിന് മുന്നിൽ അവൻ കീഴടങ്ങിയിരിക്കും. പിന്നെ ഇപ്പൊ അവര് ജീവിച്ചു തുടങ്ങിയതേ ഉള്ളൂ. നാളെ അവർക്ക് കുഞ്ഞുങ്ങളുണ്ടാവും. ആ കുഞ്ഞുങ്ങളെ വളർത്തുന്നതിനെക്കുറിച്ചുള്ള സ്വപ്നങ്ങളുണ്ടാവും. അവരച്ഛനും അമ്മയും ആവും. അതോടെ അവര് സന്തോഷത്തോടെ ജീവിച്ചു തുടങ്ങും. പിന്നെ ഒരു കാര്യം കൂടി മനസ്സിലാക്കിക്കോ. ഈ നിമിഷം മുതൽ അവൻ സ്നേഹയുടെ ഭർത്താവ് മാത്രമല്ല, നെല്ലിശ്ശേരിയിലെ സേതുമാധവന്റെ മരുമകൻ കൂടിയാണ്. എന്നുവെച്ചാ നിങ്ങളുടെ താഴെയല്ല, നിങ്ങളെക്കാൾ ഒരു പടി മുകളില ഈ വീട്ടിൽ അവന്റെ സ്ഥാനം. അത് മനസ്സിലാകണമെങ്കിൽ അവിടെ നടക്കുന്ന ചടങ്ങൊന്നു വന്ന് കാണണം. വാ, ആ ചടങ്ങ് നിങ്ങൾക്ക് കാണിച്ചു തരാം. വാ. നിങ്ങളങ്ങോട്ടൊന്ന് നോക്ക്. എന്നിട്ടാ കാഴ്ച കണ്ണു നിറയൊന്ന് കാണും. അവന്തികേ, ഇങ്ങോട്ട് വാ. വാ മോളെ, ഏട്ടത്തിയുടെ കാല് തൊട്ട് അനുഗ്രഹം വാങ്ങിയില്ലല്ലോ. അവന്തികേട്ടത്തിയുടെ കാല് തൊട്ട് അനുഗ്രഹം വാങ്ങും. നിനക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് ഏട്ടത്തിയുടെ അനുഗ്രഹം. മറ്റൊന്നും കൊണ്ടല്ല, ഈ വീട്ടിലെ മൂത്ത മരുമകള് അവന്തികേട്ടത്തിയല്ലേ, അതുകൊണ്ട്. ചെല്ലുമോളെ. ഇതൊന്നും എനിക്കിഷ്ടമല്ല. കാലഹരണപ്പെട്ട ആചാരങ്ങളാ ഇതൊക്കെ. പലതും കാലഹരണപ്പെട്ടതാണ്. ഉപേക്ഷിക്കേണ്ട സമയമായി.